അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമിറ്റർ ഫോളോവർ ആണ്. എമിറ്റർ ഫോളോവർ ആംപ്ലിഫയർ ഓർ ഇംപെഡൻസ് ട്രാൻസ്ഫോമർ. ഇപ്പം നമ്മൾ ഇതുവരെ മുമ്പ് പഠിച്ചിട്ടുള്ള ആംപ്ലിഫയറിൽ നിന്ന് ഈ ആംപ്ലിഫയർ കുറച്ച് വ്യത്യസ്തമാണ്. ഓക്കെ, അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്ന CE ആംപ്ലിഫയറിലെല്ലാം തന്നെ ഇൻപുട്ട് ബേസ് ലൈനിൽ കൊടുത്തുകൊണ്ടിരുന്നത്, ഔട്ട്പുട്ട് കളക്ടർ ലൈനിൽ എടുത്തുകൊണ്ടിരുന്നത്. ഇവിടെ നമ്മൾ ഇൻപുട്ട് ബേസ് തന്നെയാണ് കൊടുക്കുന്നത്, പക്ഷെ ഔട്ട്പുട്ട് എടുക്കുന്ന എമിറ്റർ ടെർമിനലിന്റെ അക്രോസ് ആണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. അതാണ് ഒരു പ്രധാനമായിട്ടുള്ള വ്യത്യാസം. അപ്പൊ ഈ എമിറ്റർ ടെർമിനലിന്റെ അക്രോസ് ഔട്ട്പുട്ട് എടുക്കുമ്പോൾ ഇവിടെ പ്രത്യേകത പറഞ്ഞാൽ എന്താണോ ഇൻപുട്ട് നമ്മൾ കൊടുത്തത് അത് തന്നെയാണ് നമ്മൾ ഔട്ട്പുട്ടിലും കിട്ടുക. ഓക്കെ, പ്രത്യേകിച്ച് വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ ഒന്നും തന്നെ നടക്കുന്നില്ല. അല്ലെങ്കിൽ ഈ വോൾട്ടേജ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഒരു സംശയം വരാം, കൊടുക്കുന്ന അതേ ഇൻപുട്ട് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുന്നതെങ്കിൽ പിന്നെ എന്തിനാ ഈ ആംപ്ലിഫയർ? ഓക്കെ, ഈ ആംപ്ലിഫയറിനെ കൊണ്ട് വേറെ കുറെ പ്രയോജനങ്ങളുണ്ട്. നമുക്ക് ഇംപിഡൻസ് മാച്ചിങ് ഉപയോഗിക്കാം. പിന്നെ വോൾട്ടേജ് ഗെയിൻ മാത്രമേ യൂണിറ്റി ഉള്ളൂ, കറണ്ട് ഗെയിൻ ഒക്കെ കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കറണ്ട് ഗെയിൻ വേണ്ട ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിലും ഇംപിഡൻസ് മാച്ചിങ്ങിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ ഈ ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യും. ഇംപിഡൻസ് മാച്ചിങ് എന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. ഓക്കെ, അപ്പൊ ഈ സർക്യൂട്ടിന്റെ കേസിൽ ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് ഫിക്സഡ് ബയാസിങ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താ പറയാ, ബേസ് റെസിസ്റ്റർ മെത്തേഡ് അതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിങ് അല്ലെങ്കിൽ സെൽഫ് ബയാസിങ് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല, അതും ഉപയോഗിക്കാറുണ്ട്. ആകുമ്പോൾ ഇവിടെ റെസിസ്റ്ററും കൂടി വരും, R1 R2 എല്ലാം ആയി മാറും. ഓക്കെ, രണ്ട് സർക്യൂട്ടും അവൈലബിൾ ആണ്. ഇപ്പൊ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഫിക്സഡ് ബയാസ് ബേസ്ഡ് ആയിട്ടുള്ള എമിറ്റർ ഫോളോവർ ആംപ്ലിഫയർ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇപ്പൊ കൺവെൻഷണൽ ആംപ്ലിഫയർ ആയിട്ടുള്ള ഒരു പ്രധാന വ്യത്യാസം ഞാൻ പറഞ്ഞു, ബേസിൽ ഇൻപുട്ട് കൊടുക്കുന്നത് മുമ്പ് നമ്മൾ കണ്ടിരിക്കുന്ന ആംപ്ലിഫയറിൽ ബേസിൽ ഇൻപുട്ട് കൊടുക്കുന്നത്, കളക്ടറിൽ ഔട്ട്പുട്ട് എടുക്കുന്നത്, ഇവിടെ എമിറ്ററിലാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. ഇവിടെ കളക്ടറിൽ ഔട്ട്പുട്ട് എടുക്കാത്തത് കാരണത്താല് ഇവിടെ കളക്ടർ റെസിസ്റ്ററിന്റെ ആവശ്യമില്ല. നമ്മൾ മുമ്പത്തെ സർക്യൂട്ടിലെല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇപ്പൊ RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ ഇവിടെ RC എന്ന് പറഞ്ഞ ഒരു റെസിസ്റ്റർ ഉണ്ടായിരുന്നു. അത് എന്തിനാ? നമ്മൾ കളക്ടറിന്റെ ഇവിടുന്ന് ഔട്ട്പുട്ട് എടുക്കുന്നത്, അതുകൊണ്ട് ഈ റെസിസ്റ്ററിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. നമുക്ക് ഈവൻ ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ എഴുതുമ്പോൾ പോലും ആ റെസിസ്റ്ററിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് കാണാം IC into RC എന്ന് പറഞ്ഞിട്ട് എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ എമിറ്ററിന്റെ അവിടെ നിന്നാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്, അതുകൊണ്ട് നമുക്ക് ഇവിടെ കളക്ടർ റെസിസ്റ്ററിന്റെ ആവശ്യമേ ഇല്ല. ഓക്കെ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, ആബ്സെൻസ് ഓഫ് RC. ഇതാണ് വൺ ഓഫ് ദ മെയിൻ ഡിഫറൻസ് ഫ്രം ദ കൺവെൻഷണൽ ആംപ്ലിഫയേഴ്സ്. രണ്ടാമത്തെ വ്യത്യാസം പറഞ്ഞാൽ ആബ്സെൻസ് ഓഫ് എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ. മുമ്പത്തെ സർക്യൂട്ടിലെല്ലാം നിങ്ങൾക്ക് കാണാം, ഇവിടെ ഒരു ബൈപ്പാസ് കപ്പാസിറ്റർ ഉണ്ടായിരുന്നു, CE എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതിന്റെ മെയിൻ പണി എന്തായിരുന്നു? AC ഇതിൽ കൂടെ വരുമ്പോ AC-നെ ഇതിൽ കൂടെ ഞാൻ കടത്തി വിടുക. റെസിസ്റ്റർ വഴി AC പോകാൻ പാടില്ല. പോയി കഴിഞ്ഞാൽ അവിടെ AC ഡ്രോപ്പ് ഉണ്ടാവും. ആ ഡ്രോപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കുറഞ്ഞു പോകും. ഓക്കെ, അപ്പൊ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് AC-നെ ഇതിൽ കൂടെ ബൈപ്പാസ് ചെയ്ത് വിടുകയായിരുന്നു അതിന്റെ പണി. പക്ഷെ ഇവിടെ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ CE എന്ന് പറഞ്ഞ കപ്പാസിറ്റർ എടുത്തു കളഞ്ഞു. ഇതിന്റെ അക്രോസിന്റെ CE എന്ന് പറഞ്ഞ കപ്പാസിറ്റർ എടുത്തു കളഞ്ഞു. അതെന്തുകൊണ്ടാണ്? CE വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എമിറ്ററിന് ഔട്ട്പുട്ട് എടുക്കുന്നത്, CE വെച്ച് കഴിഞ്ഞാൽ AC ഇതിൽ കൂടെ അങ്ങ് ബൈപ്പാസ് ചെയ്തിട്ട് അങ്ങ് പോകും. അതായത് നമുക്ക് ഔട്ട്പുട്ടിൽ AC കിട്ടത്തില്ല. നമ്മൾ എമിറ്ററിന്റെ അക്രോസ് അല്ല ഔട്ട്പുട്ട് എടുക്കുന്നത്, എമിറ്ററിന്റെ അക്രോസ് ഒന്നും കിട്ടൂല നമുക്ക്, അഥവാ ഇവിടെ കപ്പാസിറ്റർ പാരലായിട്ട് വെച്ച് കഴിഞ്ഞാൽ. സോ ഈ രണ്ട് പ്രധാന വ്യത്യാസങ്ങളുണ്ട്. ഓക്കെ, ഇനി ഇതെന്ന് പറഞ്ഞ ഒരു നെഗറ്റീവ് കറണ്ട് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ്. ഓക്കെ, ഇവിടുന്ന് ഒരു നെഗറ്റീവ് കറണ്ട് ഇൻപുട്ടിൽ ഇങ്ങനെ ഫീഡ്ബാക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, നെഗറ്റീവ് കറണ്ട് ഫീഡ്ബാക്ക് സർക്യൂട്ട് ആണ്. ഇതിന്റെ വേറെ കുറച്ച് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇൻപുട്ടിലുള്ള ഇൻപുട്ട് ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ വളരെ ഹൈ ആണ്. ഇൻപുട്ട് ഇംപെഡൻസ്, ഈ ഇൻപുട്ട് ഇംപെഡൻസ് ഹൈ ആവുന്നത് കാരണത്താലെയാണ് ഇതിനെ ഇംപെഡൻസ് മാച്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിൽ ഉപയോഗിക്കാൻ കാരണം തന്നെ. അതെന്താ നമുക്ക് പിന്നീട് നോക്കാം. അപ്പൊ ഹൈ ഇൻപുട്ട് ഇംപെഡൻസ്, ഔട്ട്പുട്ടിലെ ഇംപെഡൻസ് കുറവുമാണ്. ഓക്കെ, ലാർജ് ഇൻപുട്ട് ഇംപെഡൻസ് ആണ്, സ്മോൾ ഔട്ട്പുട്ട് ഇംപെഡൻസ് ആണ്, വോൾട്ടേജ് ഗെയിൻ ഓഫ് യൂണിറ്റി. ഞാൻ പറഞ്ഞു എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ ഔട്ട്പുട്ട് ആയി കിട്ടുന്നത്. സോ ഗെയിൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, വോൾട്ടേജ് ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ്. അപ്പൊ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് സെയിം ആണെങ്കിൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ബൈ ഇൻപുട്ട് വോൾട്ടേജ് ആ റേഷ്യോ 1 ആയിരിക്കും. അതുകൊണ്ട് വോൾട്ടേജ് ഗെയിൻ ഓഫ് യൂണിറ്റി എന്ന് പറയുന്നത്. ഇൻ പ്രാക്ടിക്കൽ യൂണിറ്റി കറക്റ്റ് കിട്ടില്ല, തിയോറിറ്റിക്കലി യൂണിറ്റി ആണ്. പ്രാക്ടിക്കലി വോൾട്ടേജ് ഇത്തിരി കുറവായിരിക്കും, ഇൻപുട്ട് വോൾട്ടേജിനെക്കാട്ട് കുറച്ച് കുറവായിരിക്കും, കാരണം ഇവിടുത്തെ ഡ്രോപ്പ് എല്ലാം ഒക്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ, stabilization of operating point is very good because of high value of emitter resistance. Emitter resistance high value കാണിച്ചാൽ സ്റ്റെബിലൈസേഷൻ ഒക്കെ വളരെ നല്ലതാണ്. കാരണം നമുക്ക് ഈ എമിറ്ററിന്റെ എമിറ്റർ റെസിസ്റ്ററിന്റെ വാല്യൂ എത്രത്തോളം കൂടുന്നു അത്രത്തോളം സ്റ്റെബിലൈസേഷൻ കൂടാനാണ് ചാൻസ്. ഓക്കെ,
ഇനി നമ്മളിപ്പോൾ ഇവിടെ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു വിചാരിച്ചു, വി എസ് എന്ന് പറഞ്ഞ ഒരു ഇൻപുട്ട് കൊടുക്കുന്നു, എ സി ഇൻപുട്ട്. ആ എ സി ഇൻപുട്ട് കാണിച്ചാൽ അവിടെ ഒരു എമിറ്റർ കറണ്ട് ഉണ്ടാവും. ആ എമിറ്റർ കറണ്ട് റെസിസ്റ്റർ വഴി ഫ്ലോ ചെയ്യുമ്പോൾ IE ഇൻറ്റു RE അതായിരിക്കും നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ് അല്ല, അപ്പൊ എമിറ്റർ കറണ്ട് ഇൻറ്റു RE അതായിരിക്കും നമ്മളെ ഔട്ട്പുട്ട് വോൾട്ടേജ്. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഇവിടുന്ന് ഒരു നെഗറ്റീവ് കറണ്ട് ഫീഡ്ബാക്ക് ഉണ്ട്, അതുകൊണ്ട് ഈ സർക്യൂട്ടിന് എന്താണ് നെഗറ്റീവ് കറണ്ട് ഫീഡ്ബാക്ക് സർക്യൂട്ട് എന്ന് പറയാനുണ്ട്. ഇനി നമ്മൾ വേറൊരു കാര്യം പറഞ്ഞു, നമുക്ക് മുമ്പത്തെ സർക്യൂട്ടിൽ എങ്ങനെയായിരുന്നു, ഇവിടെ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു, ഇവിടെ ഒരു ഔട്ട്പുട്ട് കിട്ടി. പക്ഷെ ഇത് എങ്ങനെയായിരുന്നു, ഇത് ഔട്ട് ഓഫ് ഫേസ് ആയിരുന്നു. എത്രയായിരുന്നു ഔട്ട് ഓഫ് ഫേസ്? 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരുന്നു. പോസിറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് ആയിരുന്നു വന്നത്, നെഗറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് പോസിറ്റീവ് ആയിരുന്നു വന്നത്. ഓക്കെ, അപ്പൊ 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരുന്നു ഔട്ട്പുട്ട് അല്ലെ. പക്ഷെ ഇവിടെ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ഒരു AC ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതേ സാധനം ഇൻഫേസ് ആയിട്ടാണ് ഇവിടെ ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഇവിടെ വരിക ഇൻഫേസ് ആയിട്ടാണ്. അതായത് ഒരു 0 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ആണ്. ഏത് പോസിറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് പോസിറ്റീവിന് കിട്ടും, നെഗറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവിന് കിട്ടും. അതുകൊണ്ട് നമ്മൾ പറയും വി ഔട്ട് ഈസ് ഇൻ ഫേസ് വിത്ത് ദ VS. അതായത് ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ടും VS ഉം ഇൻ ഫേസ് ആണ്. ഇൻ ഫേസ് എന്ന് പറഞ്ഞാൽ ഫേസിന് ഒരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ ഈ സാധനമാണ് ഇൻപുട്ട് കൊടുക്കുന്നതെങ്കിൽ ഇതേ ഫേസിൽ തന്നെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടും. അതായത് പോസിറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് പോസിറ്റീവ് ഔട്ട്പുട്ട് കിട്ടും, നെഗറ്റീവിന് കറസ്പോണ്ടിങ് ആയിട്ട് നെഗറ്റീവ് ഔട്ട്പുട്ട് കിട്ടും. അതാണ് എമിറ്റർ ഫോളോവറിന്റെ വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ്. ഇനി ഈ എമിറ്റർ ഫോളോവറിന് ഇംപെഡൻസ് മാച്ചിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിനും യൂസ് ചെയ്യാറുണ്ട്. ഇംപെഡൻസ് മാച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ് ഓഫ് ഡിസൈനിങ് ദ ഇൻപുട്ട് ഇംപെഡൻസ് ഓഫ് എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് ഡിസൈൻ ചെയ്യുകയും അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഇംപെഡൻസ് ഓഫ് സിഗ്നൽ സോഴ്സ്, അതായത് ഇപ്പൊ ഒരു സർക്യൂട്ട് എന്ന് വിചാരിച്ചോ, ഇപ്പൊ തൽക്കാലം ഇതൊരു സർക്യൂട്ടാന്ന് വിചാരിച്ചോ, സെപ്പറേറ്റ് സർക്യൂട്ടാന്ന് വിചാരിച്ചോ, ഇതിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് ഡിസൈൻ ചെയ്യുകയും അല്ലെങ്കിൽ ഒരു സിഗ്നൽ സോഴ്സ് ഇല്ലേ, സിഗ്നൽ സോഴ്സ് ഇവിടെ അങ്ങനെ കണക്ട് ചെയ്യല്ലോ, ഇത് തന്നെ ഇതിന്റെ ഔട്ട്പുട്ടിൽ നിന്നല്ല ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ടിലേക്ക് സിഗ്നൽ പോകുന്നത്. അപ്പൊ ഈ സിഗ്നൽ സോഴ്സിന്റെ ഔട്ട്പുട്ട് ഇംപെഡൻസ് ഡിസൈൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് ഡിസൈൻ ചെയ്യുകയോ ചെയ്യാം ഇൻ സച്ച് എ വേ ദാറ്റ് സോഴ്സിൽ നിന്ന് നമ്മുടെ സർക്യൂട്ടിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കുന്നു. ഓക്കെ, നമ്മുടെ സോഴ്സ് ഇതാണ്, സർക്യൂട്ട് ഇതാന്ന് വിചാരിക്കുക. ഓക്കെ, സോഴ്സിൽ നിന്ന് സിഗ്നൽ സർക്യൂട്ടിലേക്ക് പോവുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ സോഴ്സിന്റെ ഔട്ട്പുട്ട് ഇംപെഡൻസ് അല്ലെങ്കിൽ ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് ഡിസൈൻ ഇൻ സച്ച് എ വേ ദാറ്റ് maximum power transfer occurs from signal source to circuit. സിഗ്നൽ സോഴ്സ് സർക്യൂട്ടിലേക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ നടത്തണം എന്ന് വിചാരിച്ചുകൊണ്ടില്ല ഡിസൈനിങ്. അതിനാണ് ഇംപെഡൻസ് മാച്ചിങ്. അതായത് പലപ്പോഴും നമുക്ക് എന്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഒരു സർക്യൂട്ട് ഉണ്ടാവും, ആ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് വേറൊരു സർക്യൂട്ടിന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കേണ്ടി വന്നേക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ, ഇപ്പം ഇംപെഡൻസ് ഈ സർക്യൂട്ട് 1ഉം സർക്യൂട്ട് 2 ഉണ്ടെന്ന് വിചാരിച്ചു, സർക്യൂട്ട് 1ന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് സർക്യൂട്ട് 2ന്റെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കണമെന്ന് വിചാരിച്ചു. അപ്പൊ ഈ സർക്യൂട്ട് 1ന്റെ ഔട്ട്പുട്ട് ഇംപെഡൻസും സർക്യൂട്ട് 2ന്റെ ഇൻപുട്ട് ഇംപെഡൻസും വലുതായിട്ട് മാച്ചിങ് അല്ലെങ്കിൽ, ഒന്ന് ഭയങ്കര കൂടുതൽ, ഒന്ന് ഭയങ്കര കുറവ്, അങ്ങനെയൊക്കെ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്യൂട്ട് 1ൽ നിന്ന് സർക്യൂട്ട് 2ലേക്ക് സിഗ്നൽ ഫ്ലോ ചെയ്യുമ്പോൾ മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കില്ല, അല്ലെങ്കിൽ മര്യാദയ്ക്ക് സിഗ്നൽ പോകാൻ പറ്റില്ല, കുറെ ലോസ് സംഭവിച്ചു പോകും. ഓക്കെ, അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് ഇംപെഡൻസ് ഡിസൈൻ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇംപെഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത്. ഒരിക്കൽ രണ്ട് സർക്യൂട്ടിന്റെ ഇംപെഡൻസ് അങ്ങോട്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിഗ്നൽ സ്മൂത്ത് ആയിട്ട് വലിയ ലോസ് ഒന്നും ഇല്ലാതെ ഒരു സർക്യൂട്ടിന് മറ്റൊരു സർക്യൂട്ടിലേക്ക് പോകും. ഓക്കെ, ഇപ്പൊ എമിറ്റർ ഫോളോവറിന് ഇംപെഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ട് വളരെയധികം യൂസ് ചെയ്യാറുണ്ട്. കാരണം ഇതിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് വളരെ ഹൈയുമാണ്, ഔട്ട്പുട്ട് ഇംപെഡൻസ് കുറവാണ്. സോ അത് കാരണത്താൽ തന്നെ ഇതിനെ ഇംപെഡൻസ് ട്രാൻസ്ഫോമർ എന്നും പറയാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈ സർക്യൂട്ട് നോക്കൂ, ഇവിടെ ഒരു സോഴ്സ് സർക്യൂട്ട് ഉണ്ട്, ഇവിടെ ഒരു ലോഡ് സർക്യൂട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇത് സർക്യൂട്ട് 1, ഇത് സർക്യൂട്ട് 2 എന്നും നിങ്ങൾക്ക് കരുതാം. നിങ്ങളുടെ ഉദ്ദേശം ഈ സർക്യൂട്ടിൽ നിന്ന് സിഗ്നൽ ഈ സർക്യൂട്ടിലേക്ക് ഫ്ലോ ചെയ്യണം. തൽക്കാലം ഇതിന്റെ കാര്യം മറന്നേക്കും. ഓക്കെ, ഈ സർക്യൂട്ടിൽ നിന്ന് ഈ സർക്യൂട്ടിലേക്ക് സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യണം. ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് ഇംപെഡൻസ് 120 കിലോ ഓം ആണെന്ന് വിചാരിച്ചോ, ഈ സർക്യൂട്ടിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് 20 ഓം ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഈ സർക്യൂട്ടും ഒരുമിച്ച് അങ്ങനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ,
ഇതിന്റെ ഔട്ട്പുട്ട് ഇംപെഡൻസ് വളരെ കുറവാവുകയും ഇതിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് വളരെ മീൻസ് അതിന്റെ ഔട്ട്പുട്ട് ഇംപെഡൻസ് വളരെ കൂടുതലാവുകയും ഇതിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് വളരെ കുറവാവുകയും ചെയ്യുമ്പോൾ ഈ രണ്ട് ഇംപെഡൻസിനെ പാരലൽ ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നെറ്റ് ഇംപെഡൻസ് വളരെ കുറഞ്ഞു. ഓക്കെ, 120K പാരലൽ 20 നിങ്ങളൊന്ന് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. വളരെ നെറ്റ് ഇംപെഡൻസ് അതിന്റെ റിസൾട്ടന്റ് ഇംപെഡൻസ് തന്നെ വളരെ കുറഞ്ഞു. അങ്ങനെ കുറയുമ്പോൾ ഇതല്ലേ സോഴ്സ്, ഇതിൽ നിന്നല്ല സിഗ്നൽ ഇങ്ങോട്ടേക്ക് ഫ്ലോ ചെയ്യുന്നത്. അപ്പൊ സിഗ്നൽ ഇവിടുന്ന് ഇതിന്റെ അകത്തേക്ക് ഡയറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ വെച്ചാണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഫ്ലോ ചെയ്യുമ്പോൾ വളരെ ഒരുപാട് ലോസ് സംഭവിച്ചു സിഗ്നൽ. അതുകൊണ്ട് പ്രോപ്പർ ആയിട്ട് നമുക്ക് മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ബഫർ പോലത്തെ സർക്യൂട്ടുകൾ ഇവ രണ്ടുപേരിലും നടുവിലായിട്ട് വെക്കും. ഈ പറയുന്ന എമിറ്റർ ഫോളോവർ ഒരു ബഫർ സർക്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ബഫർ എന്ന് പറയാം. ഇംപെഡൻസ് മാച്ചിങ്ങിന് വേണ്ടിയിട്ട് എമിറ്റർ ഫോളോവറിന് നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ബഫർ സർക്യൂട്ട് എന്ന് പറയും. അപ്പൊ അത് എങ്ങനത്തെ, അപ്പൊ നമ്മൾ എമിറ്റർ ഫോളോവർ യൂസ് ചെയ്യുക സച്ച് ദാറ്റ്, അല്ലെങ്കിൽ ബഫർ യൂസ് ചെയ്യുക സച്ച് ദാറ്റ് ആ ബഫറിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് 120K അതിന്റെ ഔട്ട്പുട്ട് ഇംപെഡൻസ് 22 ഓമിന്റെ അടുത്താണെന്ന് വിചാരിച്ചു. 22 21 20 ഓമിന്റെ അടുത്താണെന്ന് വിചാരിച്ചു. എന്നിട്ട് നമ്മൾ ഇതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്ത് ഇതിന്റെ ഔട്ട്പുട്ട് എടുത്ത് ഇതിനുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഇത് 120K പാരലൽ 120K എന്ന് പറയുമ്പോൾ റിസൾട്ടന്റ് ഹൈ തന്നെ ആയിരിക്കും. മറ്റേത് 120K പാരലൽ 20 എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞു റിസൾട്ടന്റ് ഇംപെഡൻസ്. പക്ഷെ ഇതിന്റെ എന്താ രണ്ടിടത്തിന്റെ 120K ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എമിറ്റർ ഫോളോവറിന് ഹൈ ഇൻപുട്ട് ഇംപെഡൻസ്, അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞത് ലാർജ് ഇൻപുട്ട് ഇംപെഡൻസ് ആണ് എമിറ്റർ ഫോളോവറിന്. ഓക്കെ, അപ്പൊ ഈ ലാർജ് ഇൻപുട്ട് ഇംപെഡൻസും ഇതിന്റെ കൂടെ പാരലൽ ആയിട്ട് വരുമ്പോൾ നെറ്റ് ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ ഹൈ തന്നെ ആയിരിക്കും, ഒരുപാടും കുറഞ്ഞു പോകത്തൊന്നുമില്ല. ഓക്കെ, നെറ്റ് ഇംപെഡൻസ് ഹൈ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സിഗ്നൽ നല്ല സ്മൂത്ത് ആയിട്ട് അങ്ങ് വലിയ ലോസ് ഒന്നും ഇല്ലാതെ കുറച്ച് ലോസുകളോട് കൂടി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അങ്ങ് സിഗ്നൽ എത്തും. ഓക്കെ, ബഫർ സർക്യൂട്ട് അല്ലെങ്കിൽ എമിറ്റർ ഫോളോവറിന്റെ ഇൻപുട്ടിലേക്ക് എത്തും. നമുക്കറിയാം എമിറ്റർ ഫോളോവറിന്റെ ഇൻപുട്ടിൽ എന്താണോ കൊടുക്കുന്നത് അതിനായിരിക്കും ഔട്ട്പുട്ടിൽ കിട്ടുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഇൻപുട്ടിൽ എന്ത് സിഗ്നൽ വന്നോ അത് തന്നെയായിരിക്കും അതിന്റെ ഔട്ട്പുട്ടിൽ അവൈലബിൾ ആവുക അല്ലെ. പ്രത്യേകിച്ച് ഒരു വോൾട്ടേജ് ഗെയിൻ യൂണിറ്റി അല്ലേ. അപ്പൊ ഇവിടെ എന്ത് കിട്ടുന്നോ സിഗ്നൽ കിട്ടുന്നോ ആ സിഗ്നൽ തന്നെ ഇവിടെ എത്തും അല്ലെ ഇതിന്റെ ഔട്ട്പുട്ടിൽ. ഇനി ഇത് രണ്ടെണ്ണത്തിന്റെ ഔട്ട്പുട്ട് ഇംപെഡൻസ് എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് സിമിലർ ആണ് അല്ലെ, കുറവാണ് പക്ഷെ സിമിലർ ആണ്. സിമിലർ ആവുമ്പോ എന്താ അതിന്റെ നെറ്റ് ഇംപെഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ആ വാല്യൂന്റെ അടുത്ത് തന്നെ ഉണ്ടാവും. ഒരുപാടങ്ങ് കൂടത്തുമില്ല ഒരുപാടങ്ങ് കുറഞ്ഞു പോകത്തുമില്ല. അതുകൊണ്ട് സിഗ്നൽ ഇവിടെ ഇങ്ങോട്ടേക്ക് നല്ല സ്മൂത്ത് ആയിട്ട് പോകാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് പറയാം മാക്സിമം പവർ ട്രാൻസ്ഫറോട് കൂടി ഇവിടെ ഇങ്ങോട്ട് പോകും. അപ്പോൾ ഇവര് തമ്മിൽ ഒരുമിച്ച് കണക്ട് ചെയ്തിട്ട് സിഗ്നൽ ട്രാൻസ്ഫർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ വളരെ ഹൈ ലോസ് സംഭവിച്ചിട്ട് സിഗ്നൽ മാക്സിമം പവർ ട്രാൻസ്ഫർ നടക്കില്ലായിരുന്നു. പക്ഷെ ബഫർ സർക്യൂട്ട് നടുവിൽ വെച്ചിട്ട് ഇവർ രണ്ടാളും നടുവിൽ വെച്ചിട്ട് ഇവൻ ഈ സോഴ്സിൽ നിന്ന് ബഫറിന്റെ ഇൻപുട്ടിലേക്ക് സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്തു, ബഫറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് പിന്നെ ലോഡിലേക്ക് സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്തു. അതുകൊണ്ട് മാക്സിമം പവർ ട്രാൻസ്ഫർ നമുക്ക് നടത്താൻ പറ്റും. അപ്പൊ ഈ പ്രോസസ്സിനാണ് നമ്മൾ ഇംപെഡൻസ് മാച്ചിങ് എന്ന് പറയുന്നത്. അതിന് ബഫർ എമിറ്റർ ഫോളോവർ വളരെയധികം ഉപയോഗിക്കുന്ന ഒരു സർക്യൂട്ടാണ്. സോ എമിറ്റർ ഫോളോവറിന് ഇംപെഡൻസ് മാച്ചിങ് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി നോൺ ആസ് ബഫർ സർക്യൂട്ട്. ഓക്കെ, ഇനി അഡ്വാൻറ്റേജസ് നോക്കാം. ഇംപെഡൻസ് മാച്ചിങ്ങും വളരെയധികം ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സർക്യൂട്ട്, ബെസ്റ്റ് സർക്യൂട്ട് ആണ് എമിറ്റർ ഫോളോവർ എന്ന് പറയുന്നത്. വൺ ഓഫ് ദ ബെസ്റ്റ് സർക്യൂട്ട്. ഈവൻ ചില കേസുകളിലെല്ലാം ട്രാൻസ്ഫോമേഴ്സിനെക്കാട്ടും നല്ലതാണ്. കാരണം ഇതിന്റെ ഫ്രീക്വൻസി റേഞ്ച്, ഇന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി റേഞ്ച് വളരെ ഹൈ ആണ്, ലാർജ് ആണ്. ഓക്കെ, അല്ല ഹൈ എന്നല്ല ലാർജ് ആണ്. ഒരുപാട് ലാർജ് ഫ്രീക്വൻസി റേഞ്ചിൽ എമിറ്റർ ഫോളോവർ സർക്യൂട്ടിനെ യൂസ് ചെയ്യാൻ പറ്റും കമ്പയർഡ് ടു ട്രാൻസ്ഫോമേഴ്സ്. അതുകൊണ്ട് തന്നെ അതൊരു വളരെ നല്ലൊരു കാര്യമാണ്. പിന്നെ ഔട്ട്പുട്ട് ഈസ് ഡിസ്റ്റോർഷൻലെസ് ആൻഡ് ബാൻഡ്വിഡ്ത്ത് ഈസ് വെരി ലാർജ്. ഔട്ട്പുട്ട് വലിയ, ഞാൻ പറഞ്ഞല്ലോ ഇംപെഡൻസ് മാച്ചിങ് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, മാക്സിമം പവർ ട്രാൻസ്ഫർ നടത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഡിസ്റ്റോർഷൻലെസ് ആണ്. വലിയ എന്താ പറയാ ഷേപ്പിലോ വരുന്നൊന്നും ഡിസ്റ്റോർഷൻ ഒന്നും തന്നെ വരുത്തുന്നില്ല. എന്താണോ ഇൻപുട്ട് അത് തന്നെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. ഔട്ട്പുട്ട് ഫോളോസ് ദ ഇൻപുട്ട്. അതുകൊണ്ടാണ് എമിറ്റർ ഫോളോവർ എന്ന പേര് തന്നെ. മനസ്സിലായോ? എമിറ്റർ ഫോളോവർ എന്ന് പറയുന്ന പേര് എന്തുകൊണ്ടാണ്? എമിറ്ററിൽ ഔട്ട്പുട്ട് വിൽ ബി ഫോളോയിങ് ദ ഇൻപുട്ട്. എന്താണോ ഇൻപുട്ടിന്റെ ഷേപ്പ്, എന്താണോ ഇൻപുട്ടിന്റെ ചേഞ്ച്, അത് തന്നെയായിരിക്കും എമിറ്റർ ടെർമിനലിൽ ഔട്ട്പുട്ടും ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് എമിറ്റർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ബേസിക്കലി അത് ഡിസ്റ്റോർഷൻലെസ് ആണ്. ബാൻഡ്വിഡ്ത്ത് ഈസ് വെരി ലാർജ് എന്ന് പറയാൻ കാരണം നമുക്കറിയാം ഒരു ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെ കേസിൽ ഗെയിൻ ബാൻഡ്വിഡ്ത്ത് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. അതായത് ഗെയിൻ ഇൻറ്റു ബാൻഡ്വിഡ്ത്ത് എന്ന് പറയുന്നത് എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതിന്റെ കേസിൽ ഗെയിൻ എന്ന് പറയുന്നത് 1 ആണ്, വളരെ കുറവാണ്, മീൻസ് വളരെ ഒരു നോമിനൽ വാല്യൂ ആണ്. ഗെയിൻ എന്ന് പറയുന്നത് 1 ആണ്. അപ്പൊ ബാക്കിയുള്ള മുഴുവൻ ആരാ? ബാൻഡ്വിഡ്ത്ത് ആവും. ദാറ്റ് മീൻസ് ബാൻഡ്വിഡ്ത്ത് ഈസ് വെരി ലാർജ്. ഓക്കെ,
അപ്പൊ നമ്മൾ ഈ ഗെയിൻ ബാൻഡ് വിഡ്ത്ത് പ്രൊഡക്റ്റ് ഒരു കോൺസ്റ്റന്റ് ആണെന്ന് പറയുമ്പോൾ അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഗെയിൻ കൂടുകയാണ് ബാൻഡ് വിഡ്ത്ത് കുറയും, ബാൻഡ് വിഡ്ത്ത് കൂടുകയാണ് ഗെയിൻ കുറയും. ഇതിന്റെ ഗെയിൻ ഓൾമോസ്റ്റ് യൂണിറ്റി ആണ്. അപ്പൊ ബാക്കിയുള്ള മുഴുവൻ ബാൻഡ് വിഡ്ത്ത്, അപ്പൊ ബാൻഡ് വിഡ്ത്ത് ഈസ് വെരി ലാർജ്. അടുത്തത് ഹൈ കറണ്ട് ആൻഡ് പവർ ഗെയിൻ. നമുക്കറിയാം ഇതിന്റെ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് യൂണിറ്റി ആണ്. എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് അത് തന്നെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നത്. പക്ഷെ കറണ്ട് ഗെയിൻ വളരെ ഹൈ ആണ്. ഓക്കെ, അതേപോലെ പവർ ഗെയിനും ഹൈ ആണ്. പിന്നെ വേറൊരു അഡ്വാൻറ്റേജ് തന്നെ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻപുട്ട് വോൾട്ടേജ് ഇൻ ഫേസ് ആണ്. ഫേസ് പോസിറ്റീവിന് ഇൻപുട്ടിന്റെ പോസിറ്റീവ് പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിന്റെ പോസിറ്റീവ് പാർട്ടാണ് ഉണ്ടാവുന്നത്. ഇൻപുട്ടിന്റെ നെഗറ്റീവ് പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ഔട്ട്പുട്ടിന്റെ നെഗറ്റീവ് പാർട്ടാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് they are in phase. ആപ്ലിക്കേഷൻസ് തീർച്ചയായിട്ടും ഇംപെഡൻസ് മാച്ചിങ് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ബഫർ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കും, പിന്നെ ഓപ്പാമ്പ് അല്ലെങ്കിൽ ഓപ്പറേഷൻ ആംപ്ലിഫയർ, ഇന്റഗ്രേറ്റർ, സമ്മർ ആംപ്ലിഫയർ, അങ്ങനെയൊക്കെ കുറെ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസ് എല്ലാം പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പാമ്പ് സർക്യൂട്ടിന്റെ ഭാഗമായിട്ടെല്ലാം യൂസ് ചെയ്യാറുണ്ട്. അനലോഗ് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഡിജിറ്റൽ ആപ്ലിക്കേഷൻസിൽ, അതായത് എവിടെയാണോ നമ്മുടെ വോൾട്ടേജിൽ ചേഞ്ച് ഒന്നും വരാൻ പാടില്ല പക്ഷെ കറണ്ട് ഇൻക്രീസ് ചെയ്യണം, അങ്ങനത്തെ ആപ്ലിക്കേഷൻസിലെല്ലാം തന്നെ യൂസ് ചെയ്യാറുണ്ട് ഈ എമിറ്റർ ഫോളോവേഴ്സ്. അടുത്തതെന്ന് പറഞ്ഞാൽ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. മൾട്ടി സ്റ്റേജ് എന്ന് പറയുമ്പോൾ അതിന്റെ പേര് തന്നെ ഉണ്ട്, ഒന്നിൽ കൂടുതൽ സ്റ്റേജിലെ ആംപ്ലിഫയർ. നമ്മൾ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് എന്താണ് സിംഗിൾ സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ. അതായത് ഇത് ഒരൊറ്റ സ്റ്റേജ് ഉള്ള ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ. നമുക്ക് 2 സ്റ്റേജ് ഉള്ള ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറും പഠിക്കാനുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ 2 സ്റ്റേജ്, 3 സ്റ്റേജ്, 4 സ്റ്റേജ്, 5 സ്റ്റേജ് ഇതെല്ലാം മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതെന്തിനാ ആവശ്യം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് നമുക്ക് ഒരു സ്റ്റേജ് കൊണ്ട് കിട്ടുന്ന ഗെയിനിനെ കൊണ്ട് നമുക്ക് തൃപ്തി ആവില്ല. ഫോർ എക്സാമ്പിൾ നമ്മളൊരു മൈക്രോഫോണിൽ സംസാരിക്കാൻ വിചാരിക്കും. ഓക്കെ, ആ മൈക്രോഫോൺ സിഗ്നൽ പിടിച്ചെടുക്കുന്നത്, നമ്മളെ വോയിസിന്റെ മൈക്രോഫോൺ പിടിച്ചെടുത്തിട്ട് ആ സിഗ്നലിനെ നേരിട്ട് സ്പീക്കറിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും അത് മര്യാദയ്ക്ക് കിട്ടത്തില്ല. കാരണം അതിന് മൈക്രോഫോണിൽ പിടിച്ചെടുക്കുന്ന നമ്മുടെ വോയിസ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ വളരെ വീക്ക് ആയിട്ടുള്ള സിഗ്നലാണ്. ആ വളരെ വീക്ക് ആയിട്ടുള്ള സിഗ്നൽ നമ്മൾ സ്പീക്കർ പോലത്തെ സാധനത്തിന്റെ ഇൻപുട്ടിലേക്ക് നേരിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ കേൾക്കാൻ പറ്റില്ല ക്ലിയർ ആയിട്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ മൈക്രോഫോണിൽ കൂടെ കിട്ടിയ സിഗ്നലിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യും. ഒരു സ്റ്റേജ് വെച്ച് ആംപ്ലിഫൈ ചെയ്യും, 2 സ്റ്റേജ്, 3 സ്റ്റേജ്, 4 സ്റ്റേജ്, അങ്ങനെ കുറേ സ്റ്റേജുകൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്തിട്ട് അതിനെ ആംപ്ലിഫൈ ചെയ്തിട്ട് അവസാനമാണ് സ്പീക്കറിലേക്ക് കൊടുത്തിട്ട് നമുക്കത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലാരിറ്റിയോട് കൂടിയും ശബ്ദത്തോടു കൂടിയും നമുക്ക് കേൾക്കാൻ പറ്റുന്നു. അപ്പൊ അങ്ങനത്തെ പല ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. നമുക്ക് ഗെയിൻ ഒരുപാട് കൂടുതൽ വേണ്ട ആപ്ലിക്കേഷൻസ്. അപ്പൊ നമുക്ക് ഒരു സ്റ്റേജ് ഓഫ് ആംപ്ലിഫയർ യൂസ് ചെയ്തിട്ട് കിട്ടുന്ന ഗെയിൻ വളരെ ലിമിറ്റഡ് ആയിരിക്കും. അപ്പൊ ഒന്നിൽ കൂടുതൽ സ്റ്റേജ് ഉപയോഗിച്ചിട്ട് ഗെയിൻ ഒരുപാട് കൂടുതലാക്കിയിട്ട് ആ സിഗ്നലിന് കൊടുത്തിട്ട് എന്നിട്ട് മാത്രമേ നമുക്ക് ഫെയ്ത്ത്ഫുൾ റിപ്രൊഡക്ഷൻ പറ്റത്തുള്ളൂ. സോ അങ്ങനത്തെ അവസരങ്ങളിലെല്ലാം തന്നെ നമ്മൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യും. കാസ്കേഡിംഗ് എന്ന് പറയുന്നത് ഈ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ കണക്ട് ചെയ്യുന്ന ഒരു രീതിയാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പൊ ഇതൊരു സ്റ്റേജ് ആംപ്ലിഫയർ ആണ്. നമ്മൾ നേരത്തെ കണ്ട ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ അല്ലേ, സിംഗിൾ സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ, അത് ഇതിന്റെ ഉള്ളിൽ വരും. ഓക്കെ, അങ്ങനത്തെ വേറെ ഒരു ആർ സി കപ്പിൾഡ് സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ഇതിന്റെ ഉള്ളിൽ, അതിന്റെ വേറെ ഒന്ന് ഇതിന്റെ ഉള്ളിൽ, അങ്ങനെ നമുക്ക് കുറെ സ്റ്റേജുകൾ ഇങ്ങനെ കണക്ട് ചെയ്യാം. A1, A2, A3, A4, A5, A6, അങ്ങനെ AN സ്റ്റേജസ് കണക്ട് ചെയ്യാം. അതിനൊക്കെ കുറെ കണ്ടീഷൻസ് ഉണ്ട്. അപ്പം ഈ ഒരു സാധനത്തിന് മറ്റൊരു സാധനത്തിലേക്ക് കണക്ട് ചെയ്യുന്ന രീതി അത് കാസ്കേഡിംഗ് എന്ന് പറയും. അതായത് ഔട്ട്പുട്ട് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഈസ് കപ്പിൾഡ്, ഔട്ട്പുട്ട് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഈസ് കപ്പിൾഡ് ടു ദ ഇൻപുട്ട് ഓഫ് സെക്കൻഡ് സ്റ്റേജ്. നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണാം, ഈ സ്റ്റേജിന്റെ ഔട്ട്പുട്ട് എടുത്തിട്ട് ഈ സ്റ്റേജിന്റെ ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്യുക. ആ രീതിയെ നമ്മൾ കാസ്കേഡിംഗ് എന്ന് പറയും. ഓക്കെ, ത്രൂ എ കപ്ലിംഗ് ഡിവൈസ്. ഇതിന്റെ ഈ ഫസ്റ്റ് സ്റ്റേജിന്റെ ഔട്ട്പുട്ടും സെക്കൻഡ് സ്റ്റേജിന്റെ ഇൻപുട്ടും കൂടെ നമ്മൾ കണക്ട് ചെയ്യുന്നത് എങ്ങനെ, ഒരു കപ്ലിംഗ് സർക്യൂട്ട് വഴി നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇതിന്റെ നടുവിലായിരിക്കും കപ്ലിംഗ് സർക്യൂട്ട് ഉണ്ടാവുക. ഓക്കെ, ആ കപ്ലിംഗ് സർക്യൂട്ട് ഇവിടെ ഇതിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് സിഗ്നൽ ആക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിന് ഇൻപുട്ടിലേക്ക് കൊടുക്കും. അങ്ങനത്തെ ഒരു കണക്ഷൻ നമ്മൾ കാസ്കേഡിംഗ് എന്ന് പറയും. ഓക്കെ, ഇനി കപ്ലിംഗ് ഞാൻ പറഞ്ഞല്ലോ, കപ്ലിംഗ് സർക്യൂട്ടിന്റെ ആവശ്യകത ഇതിന്റെ ഔട്ട്പുട്ടും ഇതിന്റെ ഇൻപുട്ടും കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് സിഗ്നൽ എടുക്കുക, ഇതിന്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുക. അതാണ് കപ്ലിംഗ് സർക്യൂട്ടിന്റെ പണി. ഒരു ഐഡിയൽ കപ്ലിംഗ് ഡിവൈസ് ആണെങ്കിൽ അതിന് എന്തൊക്കെയാണ്, ഒരു ഐഡിയൽ അല്ല നല്ലൊരു കപ്ലിംഗ് ഡിവൈസ് ആണെങ്കിൽ അത് എന്തൊക്കെയാണ് അതിന്റെ പ്രധാന ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ,
DC ബയാസ് കണ്ടീഷൻസ് ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇതൊരു സിംഗിൾ സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ, ഇത് വേറൊരു സിംഗിൾ സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ആണെങ്കിൽ ഈ കപ്ലിംഗ് സർക്യൂട്ട് ഈ രണ്ടെണ്ണത്തിനും കണക്ട് ചെയ്യാനുള്ള ഇതിന് ഒരു ഡി സി ബയാസ് കണ്ടീഷൻസ് ഉണ്ടാവും. ഇതിന്റെ ഒരു ക്യൂ പോയിന്റ് നമ്മൾ പ്രത്യേക വാല്യൂ ഓഫ് ഐ സിയും ബി സിയിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ക്യൂ പോയിന്റ് നമ്മൾ പ്രത്യേക വാല്യൂ ഓഫ് ഐ സി ആൻഡ് ബി സിയിലായിരിക്കും സെറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ കണ്ടു. ഇത് രണ്ടെണ്ണം ഇങ്ങനെ ഒരു കപ്ലിംഗ് സർക്യൂട്ട് വഴി കണക്ട് ചെയ്യുമ്പോൾ ഈ കപ്ലിംഗ് സർക്യൂട്ട് ഇതിന്റെ ബയാസിങ്ങും മാറ്റം വരുത്താൻ പാടില്ല, ഇതിന്റെ ബയാസിങ്ങും മാറ്റം വരുത്താൻ പാടില്ല. അതായത് ഈ കപ്ലിംഗ് സർക്യൂട്ട് വഴി ഇത് രണ്ടെണ്ണത്തിന് കണക്ട് ചെയ്യുമ്പോൾ ഇതിന്റെ ക്യൂ പോയിന്റ് ലോഡ് ലൈനിന്റെ മുകളിലേക്കോ താഴോട്ടേക്കോ ഇറങ്ങി പോകാൻ പാടില്ല, ഇതിന്റെ ക്യൂ പോയിന്റും അതേപോലെ മുകളിലേക്കോ താഴോട്ടേക്കോ ഇറങ്ങി പോകാൻ പാടില്ല. ഇപ്പൊ ഡി സി ബയാസ് കണ്ടീഷൻസിന് അതിനെ ഡിസ്റ്റർബ് ചെയ്യാനേ പാടില്ല. ഏത് ആര് കപ്ലിംഗ് സർക്യൂട്ട്. ഓക്കെ, ഇവിടുന്ന് ഇനി രണ്ടാമത്തെ പ്രത്യേകത ആണ് ഡിസ്റ്റോർഷൻലെസ് ആയിരിക്കണം. അതായത് ഡിസ്റ്റോർഷൻലെസ് ആയിരിക്കണം. ഇവിടുന്ന് ഒരു സിഗ്നൽ എടുത്ത് ഇവിടേക്ക് പാസ് ചെയ്യുമ്പോൾ യാതൊരുവിധ ഡിസ്റ്റോർഷൻസും അതിന്റെ ഷേപ്പിലോ വേറെ ഒരു വ്യത്യാസവും വരുത്താൻ പാടില്ല ഈ കപ്ലിംഗ് സർക്യൂട്ട്. അതാണ് രണ്ടാമത്തെ പ്രത്യേകത. വോൾട്ടേജ് ലോസ് മിനിമം ആയിരിക്കണം. ഇവിടുന്ന് ഒരു സിഗ്നൽ എടുത്ത് ഇവിടേക്ക് കൊടുക്കുമ്പോൾ ആ പാസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വോൾട്ടേജിലെ ലോസ് അല്ലെങ്കിൽ വോൾട്ടേജിലെ ലോസ് എന്ന് പറയുന്ന സാധനം വളരെ മിനിമം ആയിരിക്കണം, അല്ലെങ്കിൽ നെഗ്ലിജിബിൾ ആയിരിക്കണം. അല്ലാതെ ഈ കപ്ലിംഗ് സർക്യൂട്ട് ഇവിടുന്ന് ഒരു സിഗ്നൽ എടുത്ത് ഈ കപ്ലിംഗ് സർക്യൂട്ട് തന്നെ വലിയൊരു വോൾട്ടേജ് ലോസ് നടന്നു കഴിഞ്ഞാൽ ബാക്കി ഇവിടേക്ക് കിട്ടുന്ന വളരെ ചെറിയൊരു സാധനമായിരിക്കും. അപ്പൊ അങ്ങനെ കിട്ടി നമുക്ക് കാര്യമില്ല, പിന്നെ ആംപ്ലിഫൈറ്റ് കാര്യമില്ല. അപ്പൊ ഇവിടെ കപ്ലിംഗ് സർക്യൂട്ടിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് ലോസ് വളരെ കുറവായിരിക്കണം. വേറെ ഒരു പ്രത്യേകത ആണ് ഇവിടുന്ന് ഒരു സിഗ്നൽ ഇങ്ങോട്ടേക്ക് പാസ് ചെയ്യുമ്പോൾ ഈ സിഗ്നലിന്റെ അകത്ത് ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ഫ്രീക്വൻസീസ് ഉണ്ടാവാം. ഓക്കെ, ഒന്നിൽ കൂടുതൽ ഫ്രീക്വൻസീസ് ഉണ്ടെങ്കിൽ ആ ഓരോ ഫ്രീക്വൻസിനും ഈക്വൽ ഇമ്പിഡൻസ് വേണം ഈ കപ്ലിംഗ് സർക്യൂട്ട് ഓഫർ ചെയ്യാൻ. അല്ലാതെ ഒരു ഫ്രീക്വൻസിക്ക് ഇപ്പോൾ ഒരു 100 കിലോ ഓം ഇമ്പിഡൻസ് ഓഫർ ചെയ്ത് മറ്റേ 10 കിലോ ഇമ്പിഡൻസ് ഒക്കെ ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ഡിസ്റ്റോർട്ടഡ് ആയി പോകും, അല്ലെങ്കിൽ ലോസ് കൂടുതലായിരിക്കും, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. സോ ഈക്വൽ ഇമ്പിഡൻസ് ടു വേരിയസ് ഫ്രീക്വൻസീസ് പ്രസന്റ് ഇൻ ദ സിഗ്നൽ. ഓക്കെ, ഇവിടുന്ന് പാസ് ചെയ്യാൻ പോകുന്ന സിഗ്നലിന് ഓരോ ഫ്രീക്വൻസിക്കും ഈക്വൽ ഇമ്പിഡൻസ് വേണം അത് coupling circuit offer ചെയ്യാൻ. Okay, so these are the main factors for a good ideal coupling device. Okay, ഇനി എന്തൊക്കെ ടൈപ്പ് ഓഫ് കപ്ലിംഗ് ഉണ്ട് നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും 3 തരത്തിലുള്ള കപ്ലിംഗ് ആണുള്ളത്. ഒന്നാമത്തെന്ന് പറഞ്ഞാൽ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ, അതായത് റെസിസ്റ്ററും കപ്പാസിറ്ററും വഴിയുള്ള കപ്ലിംഗ്. ഓക്കെ, നമ്മൾ ഇതിൽ നോക്കാം. സിംഗിൾ സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ നോക്കിയപ്പോൾ ഇവിടുന്ന് സിഗ്നലിനെ ഇങ്ങോട്ടേക്ക് ട്രാൻസിസ്റ്ററിലേക്ക് കപ്പിൾ ചെയ്യുന്ന ആരൊക്കെ വഴിയാ? കപ്പാസിറ്ററും റെസിസ്റ്ററും വഴിയാണ് ഇവിടുന്ന് സിഗ്നലിനെ ഈ ട്രാൻസിസ്റ്ററിന്റെ ഇൻപുട്ടിലേക്ക് കപ്പിൾ ചെയ്യുന്നത്, അല്ലെ? അതുകൊണ്ട് അതിനെ ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. റെസിസ്റ്ററും കപ്പാസിറ്ററും യൂസ് ചെയ്തിട്ട് ആണ് ഇൻപുട്ട് സിഗ്നലിനെ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് കപ്പിൾ ചെയ്യുന്നത്. സോ പ്രധാനപ്പെട്ട 3 ടൈപ്പ് ഓഫ് കപ്ലിംഗ്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കപ്ലിംഗ് ആർ സി ടൈപ്പ് ഓഫ് കപ്ലിംഗ്. അപ്പൊ അങ്ങനത്തെ കപ്ലിംഗ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയും. രണ്ടാമത്തെ തരത്തിലുള്ള കപ്ലിംഗ് പറഞ്ഞാൽ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയും. ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഒരു ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ടാണ് ഇവിടുത്തെ സിഗ്നലിനെ ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് കപ്പിൾ ചെയ്യുന്നത്. പറഞ്ഞു മനസ്സിലായോ? ഇവിടെ ഒരു ട്രാൻസ്ഫോമർ യൂസ് ചെയ്യുന്നുണ്ട്. ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് ഈ സിഗ്നലിനെ എടുത്തിട്ട് ഈ ട്രാൻസിസ്റ്ററിന്റെ ബേസിലേക്ക് കപ്പിൾ ചെയ്യുന്നത്. അങ്ങനെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് കപ്പിൾ ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ. ഓക്കെ, മൂന്നാമത്തെ തരത്തിലെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓർ ഡി സി കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. ഓക്കെ, ഡയറക്റ്റ് ഓർ ഡി സി കപ്പിൾഡ് ആംപ്ലിഫയർ, ഇതാണ് ഡയറക്റ്റ് ഓർ ഡി സി കപ്പിൾഡ് ആംപ്ലിഫയർ. ഇതൊരു സ്റ്റേജ് ആണ്. ഓക്കെ, ഇത് വേറൊരു സ്റ്റേജ് ഓഫ് ആംപ്ലിഫയർ ആണ്. ഇവർ തമ്മിൽ കപ്പിൾ ചെയ്യുന്ന ഡയറക്റ്റ് ആയിട്ട് കപ്പിൾ ചെയ്തിരിക്കുക, ഒരു ഡയറക്റ്റ് ആയിട്ട് ഷോർട്ട് ചെയ്തിരിക്കുക. ഓക്കെ, ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് കപ്പിൾ ചെയ്യുന്ന ഡയറക്റ്റ് ഷോർട്ട് ചെയ്തിരിക്കുക. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഓർ ഡി സി കപ്പിൾഡ് ആംപ്ലിഫയർ. ഡി സി കപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഡി സി, ഈ സ്റ്റേജിൽ നിന്ന് ഈ സ്റ്റേജിലേക്ക് ഡി സി ഫ്ലോ ചെയ്യുന്ന തടയാൻ ആരുമില്ല, ഒരു കപ്പാസിറ്റർ പോലും ഇല്ല. ഓക്കെ, അതുകൊണ്ടാണ് ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയുന്നത്. നമുക്കിപ്പോ 2 സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ ഇതിന്റെ കേസ് എടുത്തു കഴിഞ്ഞാലും ഇതിപ്പോ ഒരു സ്റ്റേജ് ആണ്, ഇതിപ്പോ വേറൊരു സ്റ്റേജ് ആണ്. ഓക്കെ, ഈ രണ്ട് സ്റ്റേജിനും ഒരു ട്രാൻസ്ഫോമർ വഴിയാ കപ്പിൾ ചെയ്യുന്നത്. ഈ സ്റ്റേജിൽ നിന്ന് ഈ സ്റ്റേജിലേക്ക് സിഗ്നൽ വഴി ട്രാൻസ്ഫോമർ വഴിയാ കപ്പിൾ ചെയ്യുന്നത്. ഇപ്പൊ 2 സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയർ നമുക്ക് നോക്കാം. ഇതൊരു സ്റ്റേജ് ആണ്. ഓക്കെ, ഇത് രണ്ടാമത്തെ സ്റ്റേജ് ആണ്. ഈ രണ്ട് സ്റ്റേജിൽ നിന്ന് ഇവിടുന്ന് ഔട്ട്പുട്ട് ഇന്ന ഇൻപുട്ടിലേക്ക് പോകുന്ന ഒരു കപ്പാസിറ്റർ വഴിയാണ് കപ്പിൾ ചെയ്യുന്നത്. അതായത് റെസിസ്റ്ററും കപ്പാസിറ്ററും വഴിയാണ് കപ്പിൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആർ സി കപ്പിളിംഗ്.
അപ്പോൾ ആ ഡി സി ഫ്ലോ ചെയ്യാനും പറ്റില്ല ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. പക്ഷേ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ ആകുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഡി സി കപ്പിൾഡ് ആംപ്ലിഫയർ എന്ന് പറയാം, കാരണം ഒരു സ്റ്റേജിൽ നിന്ന് മറ്റൊരു സ്റ്റേജിലേക്ക് ഡി സി ഫ്ലോ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോർമലി ഒരു സംശയം വരും, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു നല്ലൊരു കപ്ലിംഗ് നെറ്റ്വർക്ക് ആണെങ്കിൽ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഡി സി കണ്ടീഷൻസ് ഒന്നും തന്നെ മോഡിഫൈ ചെയ്യാൻ പാടില്ല അല്ലെ. നമ്മൾ ഫസ്റ്റത്തെ പറഞ്ഞ ഡി സി ബയസ് കണ്ടീഷൻസ് ഓഫ് കപ്പിൾഡ് ആംപ്ലിഫയർ ഷുഡ് നോട്ട് ബി ഡിസ്റ്റർബ് അല്ലെ. ഡി സി ബയസ് ഇപ്പം നമുക്ക് ടു സ്റ്റേജ് ആർ സി കപ്പിൾഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു ഡി സി ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ ഒരു ഡി സി ഉണ്ട്. പക്ഷെ ഈ നെറ്റ്വർക്കിലെ ഡി സി ഇങ്ങോട്ടേക്ക് പോവില്ല. കാരണം എന്താ, കപ്പാസിറ്റർ അതിനെ തടഞ്ഞു നിർത്തും. അതുകൊണ്ട് ഇതിന്റെ ഡി സി ബയാസ് കണ്ടീഷൻസ് ഇതിന്റെ ഡി സി ബയാസ് കണ്ടീഷൻസ് സേഫ് ആണ്. കാരണം ഇൻപുട്ടിലും ഔട്ട്പുട്ടിലും രണ്ടെണ്ണത്തിലും കപ്പാസിറ്റർ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡി സി ഇതിന്റെ ഉള്ളിൽ തന്നെ നിൽക്കും, പുറത്തേക്കോ ഒന്നും തന്നെ ഡിസ്റ്റർബ് ആവില്ല. ഇതിന്റെ അതേപോലെ തന്നെ ഔട്ട്പുട്ടിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്, ഇൻപുട്ടിൽ ഒരു കപ്പാസിറ്റർ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡി സി എന്താണോ നമ്മൾ സെറ്റ് ചെയ്ത് അത് അവിടെ തന്നെ നിൽക്കും, പുറത്തോട്ടൊന്നും തന്നെ ലീക്ക് ആവുകയോ അല്ല പുറത്തുനിന്ന് ഇങ്ങോട്ട് വരികയോ ചെയ്യില്ല. സോ ക്യൂ പോയിന്റ് സ്റ്റേബിൾ ആണ്. ഈ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഡി സി എന്തായാലും പോകില്ല, ട്രാൻസ്ഫോമർ വഴിയാണ് അല്ലെ. അപ്പൊ ഡി സിക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഇതൊരു സ്റ്റേജ് അല്ലേ, ഇത് അടുത്ത സ്റ്റേജ് ആണ്. അപ്പൊ ഈ സ്റ്റേജിൽ നിന്ന് ഈ സ്റ്റേജിലേക്ക് എന്തായാലും ട്രാൻസ്ഫോമർ വഴി ഡി സി കടന്നു പോകില്ല. അപ്പൊ ഇതിന്റെ ഡി സി ബയാസ് കണ്ടീഷൻസ് സേഫ് ആണ്, ഇതിന്റെ ഡി സി ബയാസ് കണ്ടീഷൻ സേഫ് ആണ്, ഒന്നും എങ്ങോട്ടും ലീക്ക് ആവുന്നില്ല. അതുകൊണ്ട് ക്യൂ പോയിന്റ് സ്റ്റേബിൾ ആണ്. പക്ഷെ നമ്മൾ ഡയറക്റ്റ് കപ്പിൾഡ് ട്രാൻസ്ഫോമർ നോക്കാം. ഇതിനകത്ത് എങ്ങനെയാ, ഇതിനൊരു ഡി സി കണ്ടീഷൻസ് ഉണ്ട്, ഇതിനൊരു ഡി സി കണ്ടീഷൻ ഉണ്ട്. പക്ഷെ ഇത് കണക്ട് ചെയ്യുമ്പോൾ രണ്ടെണ്ണം മാറി പോവില്ലേ എന്നാണ് സംശയം അല്ലെ. അപ്പൊ ഇത് മാറും. അപ്പൊ നമ്മൾ അത് മാറും എന്ന് വിചാരിച്ചിട്ട് വേണം ഇത് മാറ്റം ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഡി സി കണ്ടീഷൻസ് മാറുമെന്ന് നമുക്കറിയാം. അത് കൺസിഡർ ചെയ്തിട്ട് വേണം ഇത് ഡിസൈൻ ചെയ്യാൻ. ഇതിന്റെ R1 R2 RC1 RE1 ഇതെല്ലാം തന്നെ നമ്മൾ ചൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ചൂസ് ചെയ്യേണ്ടത്. ഇത് രണ്ടെണ്ണം കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി സി ഇത്രത്തോളം മാറും, 4 വോൾട്ട് അല്ലെങ്കിൽ 5 വോൾട്ട് ആവും അല്ലെങ്കിൽ 3 വോൾട്ടായി കുറയും എന്ന് നമ്മൾ ആദ്യമേ എല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വേണം R1 R2 RC1 RE1 ഈ VCC ഇതൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് ഒരു സ്റ്റേജ് ഉണ്ടാക്കി രണ്ട് സ്റ്റേജും കണക്ട് ചെയ്യുമ്പോൾ സംഭവം മാറും, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച ആ വാല്യൂയിൽ എല്ലാം കൂടി വന്ന് സെറ്റിൽ ആവും. അപ്പൊ ക്യൂ പോയിന്റ് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് വന്ന് നിൽക്കും. ഇതൊന്നും നോക്കാതെ നമ്മൾ ഇത് സെപ്പറേറ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്ത് സെപ്പറേറ്റ് നമുക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്ത് ചുമ്മാ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡി സി കണ്ടീഷൻസ് മാറും, എല്ലാം പ്രശ്നമാവും. പക്ഷെ നമ്മൾ ഇത് രണ്ടെണ്ണം കൂടി ഇങ്ങനെ കണക്ട് ചെയ്യാൻ പോകുന്ന ആദ്യമേ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ച് വാല്യൂസ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഡി സി ഒക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് രണ്ടെണ്ണം കണക്ട് ചെയ്തിട്ട് അവസാനം സെറ്റിൽ ആവുന്ന നമ്മൾ ഉദ്ദേശിക്കുന്ന ക്യൂ പോയിന്റും എല്ലാം വന്ന് നിൽക്കും, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ 3 തരത്തിലുള്ള പ്രധാനപ്പെട്ട കപ്ലിങ്സ് ആണ് നമ്മുടെ അടുത്തുള്ളത്. ഓക്കെ. ഇത് ആർ സി കപ്പിൾഡ് ആണ്, മോസ്റ്റ് കോമൺലി യൂസ്ഡ്, ചീപ്പ് ആണ്, കോമ്പാക്ട് ആണ്, ഗുഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. ചീപ്പ് ആണെന്ന് പറയാൻ കാരണം റെസിസ്റ്ററും കപ്പാസിറ്ററും ആണ് യൂസ് ചെയ്യുന്നത്, വലിയ കാശൊന്നുമില്ല റെസിസ്റ്ററും കപ്പാസിറ്ററിനും, അതിന് ഏരിയയും വളരെ കുറച്ച് മതി, നല്ല ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്, ഫ്ലാറ്റ് ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് അതിന്റെ. ഓക്കെ. നമുക്ക് കാണാൻ പെടാം 2 സ്റ്റേജ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ട്, ഫ്ലാറ്റ് ആണ്. നമുക്ക് ഫ്ലാറ്റ് പോലത്തെ എന്താ വേണ്ടത്, അതാ കുറച്ചും കൂടി നല്ലത്. പക്ഷെ അതേ സ്ഥാനത്ത് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നമുക്ക് കാണാം ഒരു ഫ്ലാറ്റ് അല്ലാത്ത അല്ല, ആ രീതിയിലാണ്, അത്ര നല്ല അല്ല. ആർ സി കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പോലെ അല്ല ഇത്. ഡി സി കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ നമുക്ക് നോക്കാം, അതിന്റെ ഫ്ലാറ്റ് ആണ്. ഓക്കെ. അപ്പൊ അതിന് വലിയ കുഴപ്പമില്ല. ഓക്കെ. ഇനി ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിന്റെ കേസ് പറയുകയാണെങ്കിൽ അത് അത്ര ചീപ്പല്ല, കാരണം ട്രാൻസ്ഫോമർ മേടിക്കണം നമ്മൾ, ഒന്നിൽ കൂടുതൽ ട്രാൻസ്ഫോമേഴ്സ് വേണം, അപ്പൊ അതിന്റെ എക്സ്ട്രാ ക്യാഷും ഇതൊക്കെ വേണം. ഇതും പിന്നെയും ചീപ്പാണ്. ഓക്കെ. പക്ഷെ ഡി സി മറ്റേ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഡിസൈൻ ചെയ്യണം. ഓക്കെ. പിന്നെ നമ്മൾ ഈ സ്റ്റേജുകളുടെ കേസ് പറഞ്ഞത്, സാധാരണ ഈ സ്റ്റേജുകളിലെ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഇങ്ങനത്തെ സ്റ്റേജുകളെല്ലാം കൂടുതൽ സി കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷനിലുള്ള സ്റ്റേജുകളാണ് നമ്മൾ സെലക്ട് ചെയ്യാറ് കൂടുതൽ, കാരണം അതിന്റെ വോൾട്ടേജ് ഗെയിൻ ഗ്രേറ്റർ ദാൻ 1 ആണ്. പിന്നെ കപ്ലിംഗ് നെറ്റ്വർക്സിൽ നമ്മൾ അല്ലെ ഇംപെഡൻസ് മാച്ചിങ് വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് കോമൺ കളക്ടർ കോൺഫിഗറേഷൻ അല്ലെ എമിറ്റർ ഫോളോവർ കോൺഫിഗറേഷൻ ആണ്. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് മുമ്പ് അതിന്റെ ഇൻപുട്ട് ഇംപെഡൻസ് ഹൈ ആണ്, ഔട്ട്പുട്ട് ഇംപെഡൻസ് കുറവാണ്, ആൻഡ് ഇറ്റ് ഈസ് എ ബെസ്റ്റ് ഇംപെഡൻസ്, വൺ ഓഫ് ദ ബെസ്റ്റ് ഇംപെഡൻസ് മാച്ചിങ് ഡിവൈസ്. ഓക്കെ. സോ അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്.